ഇന്ന് ഉടനെ നമസ്കാരത്തിലേക്കണയും സല്ലല്ലാഹു അലാ മുഹമ്മദ്. മദീനയിലെ മസ്ജിദ് ഒരാളിരുന്നിട്ട് ദ്വാരന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെയല്ല ദ്വാരക്കേണ്ടത്, നീ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്ക്, പിന്നെ അവന്റെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കും. അതൊക്കെ അങ്ങനെ തന്നെ വേണം താനും. ഏതെങ്കിലും ആരെങ്കിലും എവിടെ വെച്ച് ദുആ പറഞ്ഞാലൊന്നും അള്ളാഹുവിനോടേക്ക് സ്വീകരിക്കപ്പെടില്ല. പരിശുദ്ധ റസൂലാണ് അധികാരി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളെ മായ്ക്കുക എന്നാണ് അർത്ഥം. എന്നാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിക്ക് ഒരു ദുആ പഠിപ്പിച്ചു. ഉറങ്ങാൻ പോകുമ്പോ ഈ ദുആ നീ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സഹാബി കുറച്ച് കഴിഞ്ഞപ്പോ ആ ദുആ ഇങ്ങോട്ട് ഏറ്റു ചൊല്ലിക്കൊടുത്തു. ഇങ്ങനല്ലേ ഞാൻ ചൊല്ലേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ഇങ്ങനല്ലല്ലോ നിനക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതില് ഒബി റസൂലിക്ക എന്ന് റസൂല് പറഞ്ഞു കൊടുത്തോടത്ത് ഈ സഹാബി ഒബി നബിയിക്ക എന്നാക്കി. അർത്ഥമൊന്നും മാറിയിട്ടില്ല. റസൂല് നബി ഒന്നാണ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ചൊല്ലണമെന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ വിജയത്തിന്റെ മാർഗം. പരിശുദ്ധ റസൂലിനെ സ്വീകരിക്കുക, റസൂലിന്റെ ചര്യയെ സ്വീകരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ഏടും നോക്കണ്ട, ഖുർആനിലുള്ളതും റസൂലുള്ള പഠിപ്പിച്ചതും ചൊല്ലാം. അതിലുള്ളത് ഏതെങ്കിലും ഏടിലുണ്ടെങ്കിൽ ആ ഏടൊക്കെ സ്വീകരിക്കുക. അതിലില്ലാത്ത ആരെങ്കിലുമൊക്കെ കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഇല്ലാത്ത മുതലും കൊണ്ട് പോയി നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല മഹ്ശറ. നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയി നിൽക്കണം. അനസ് റളിയല്ലാഹു